ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം മുതൽ ഇന്ന് വരെ എടുത്തു നോക്കിയാൽ എൻ്റെ യൂട്യൂബിൽ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യാത്രകൾ മാത്രമല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ മാത്രമല്ല, എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ബ്ലോഗാണ്. ഫുഡ് ബ്ലോഗ് ഞാൻ സ്ഥിരമായിട്ട് ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആളല്ല, പക്ഷേ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ വ്യത്യസ്തമായ ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. ഒരിക്കലും അത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആ ഒരു ഫുഡിനെ വ്യത്യസ്തമായ എന്തെങ്കിലും ഫുഡുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ വീഡിയോ ഈ റെസ്റ്റോറൻറ്റ് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. 1-2 വീഡിയോകൾ മുന്നേ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഷാർജയിലെ ഷാർജയിലെ മുവൈല എന്നുള്ള സ്ഥലത്ത് ബാർബിക്യൂ എംപയർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ഇവിടുന്ന് തൈര് കഞ്ഞും പയർ കഞ്ഞും അതുപോലെ അതിൻ്റെ ഐറ്റംസെല്ലാം കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വേറെ 1-2 സ്പെഷ്യലാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. Like a truck, win in a clutch, that is a must. Wake up, get to it, ain't nothing about it. The only way to it is to it, no way around it. Before that we cruising like the Caribbean with mileage, I'ma always be solid, I'm a young brother. അപ്പോൾ ബാർബിക്യൂ എംപയർ എന്ന ഈ റെസ്റ്റോറൻറ്റിൽ നമ്മളിപ്പോൾ വെറൈറ്റി 2 ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒന്ന് വരെ ഒരു സ്പെഷ്യലാണ് സീ ഫുഡ് ബക്കറ്റ് എന്ന് പറയുന്നത്. അത് ഹാഫ് ഫുള്ള് അങ്ങനെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു സ്പെഷ്യൽ ചെമ്മീൻ ചോറ് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ആ 2 ഐറ്റംസ് കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സീ ഫുഡ് ബക്കറ്റിൻ്റെ ഹാഫ് പോർഷനാണ് മേടിച്ചിട്ടുള്ളത്. ഹാഫ് പോർഷനിൽ ഇപ്പോൾ നമുക്ക് 2 പൊറോട്ട, പിന്നെ ഗീ റൈസ്, ക്രാബ്, പിന്നെ ഈ കോണ്, പിന്നെ കല്ലുമുകായ, സ്കിഡ്, പിന്നെ ബ്രൗണ്, ഫിഷ് ഉണ്ടോ അല്ലേ, ഉള്ള കല്ലുമുകായ ഐറ്റംസ് എല്ലാം ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ ചെമ്മീൻ ചോറ്, പപ്പടം, അതിൻ്റെ ഐറ്റംസ് ഉള്ളു. ഞാൻ ആദ്യം ഒരു ചെമ്മീൻ ചോറാണ് ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞുള്ളത്. അടിപൊളിയായിട്ട് വെറൈറ്റി ഉണ്ട്. നമ്മുടെ ബക്കറ്റിൻ്റെ കൂടെ ഗീ റൈസ്, ഗീ റൈസ് ഒരു ഏവറേജ് ഇതാണ്. അതിൽ ചെമ്മീനുണ്ട്, പിന്നെ കല്ലുമകായ, നമ്മുടെ ഫേവറേറ്റ് ക്രാബ്. സീ ഫുഡിൻ്റെ ഒരു ഹാഫ് ബക്കറ്റാണ് മേടിച്ചത്. ഞാൻ പറയില്ല, അതിൻ്റെ കൂടെ
ഗീ റൈസ് 2 പൊറോട്ട, ഈ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ക്രാബ്, പിന്നെ പ്രൗണ്, കോണ്, പിന്നെ കല്ലുമ്മക്കായ്, ഫിഷ് എല്ലാം ഉണ്ടാവും. ഒരു 2 ആൾ കഴിക്കാം. ഫുള്ളാണെങ്കിൽ ഒരു 4 പേർക്ക് കഴിക്കാം. നമ്മൾ പിന്നെ ചെമ്മീൻ ചോറും കഴിച്ചപ്പോൾ ഫില്ലായി 3 ആൾക്ക്. ചെമ്മീൻ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ മസാല കുഴപ്പമില്ല, ക്രേബും കാര്യങ്ങളും കുഴപ്പമില്ല. ഗീ റൈസ് എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. ചെമ്മീൻ ചോറും ഓക്കെ ആയിരുന്നു. പറയാം സൂരജേ, എങ്ങനെയുണ്ട് പറ. സംഭവം എന്ന് വെച്ചാല് ഇത് സാധനം കൊള്ളാം. 3 പേർക്കുള്ള ക്വാണ്ടിറ്റി ഒന്നുമില്ല. 2 പേർക്ക് സെറ്റായിട്ട് കഴിക്കാം. പിന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ചെമ്മീൻ ചോറും മെയിനായിട്ട് ചെമ്മീൻ ചോറാ ബെസ്റ്റ്, ഒന്നും പറയാനില്ല. രക്ഷ ഗേമോ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അടിച്ച് തീരുമാനമാക്കിയിരിക്കുന്നുണ്ട്. വേറെ കാര്യം എല്ലാം തീർത്തിക്കണം. പൊറോട്ട ഫ്രഷ് അല്ല തോന്നുന്നുണ്ട് അല്ലേ? ഒരു വെറൈറ്റി ഫുഡ് കഴിക്കുക എന്നുള്ളതിലാണ് ഈ ബക്കറ്റ്, സീ ഫുഡ് ബക്കറ്റ് ഒന്ന് ഞാൻ കഴിക്കാത്തൊരു ഐറ്റമാണ്. പിന്നെ ചെമ്മീൻ ചോറും ഞാൻ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ മലബാർ ഏരിയ ഭാഗത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. അതെല്ലാം ഇവരെ സ്പെഷ്യലാണെന്നും അറിയില്ല. ചെമ്മീൻ ചോറ് ഇവിടെ അത്യാവശ്യം പോകുന്നൊരു ഐറ്റമാണ്. ഇതും ഇവരൊരു ഹൈലൈറ്റ് സാധനമാണ്. ഞാൻ എന്താണ് വീഡിയോ എടുക്കാൻ പറ്റിയ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ബക്കറ്റ്. എന്തായാലും കുഴപ്പമില്ല, ഫുഡൊക്കെ ഒരു ഏവറേജാണ്. മറ്റേ ഞാൻ പറഞ്ഞില്ല, ചെമ്മീൻ ചോറാണ് ഓക്കെ ആയിട്ട് നിൽക്കുന്നത്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഷാർജ, ദുബായ് ഭാഗത്തൊക്കെ ഏതെങ്കിലും വെറൈറ്റി റെസ്റ്റോറൻറ്റുകൾ ഇതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. റെസ്റ്റോറൻറ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വെറൈറ്റി ഫുഡുകളെ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതാണ്. ഓക്കെ.